വിധവാ പെൻഷൻ മുടങ്ങിയതിനെതിരായ മറിയക്കുട്ടിയുടെ ഹർജിയിൽ സർക്കാരിന് കോടതിയുടെ രൂക്ഷ വിമർശനം. മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരുവെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. 78 വയസ്സായ വൃദ്ധയാണ് പെൻഷൻ മുടങ്ങിയതിൽ കോടതിയെ സമീപിച്ചത്. മുതിർന്ന പൗരയായ ഹർജിക്കാരിയുടെ പരാതി ആരാണ് പരിഹരിക്കേണ്ടതെന്ന് സർക്കാരിനോട് കോടതിയുടെ ചോദ്യം. ഹർജി നാളത്തേക്ക് മാറ്റി. ഇവരുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, അതിനിശ്ചിതമായ വിമർശനമാണ് ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതിയെ സർക്കാരിനെതിരെ ഉന്നയിച്ചത്. മറിയക്കുട്ടിക്ക് ഉടൻ പെൻഷൻ നൽകണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏത് തരത്തിലാണ് കോടതിയുടെ നിരീക്ഷണവും ഇടപെടലും? സുരേഷ്, വിധവാ പെൻഷൻ മുടങ്ങിയതിനെതിരെ മറിയക്കുട്ടി നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സർക്കാരിന് നേരെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും രൂക്ഷമായ വിമർശനം ഉണ്ടായത്. ഇന്ന് ഈ ഹർജി പരിഗണിച്ച വേളയിൽ സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് തങ്ങൾ. മാത്രമല്ല, ഏപ്രിൽ മാസം മുതൽ കേന്ദ്രത്തിന്റെ പെൻഷൻ വിഹിതം ലഭിച്ചിട്ടില്ല, ഇത് ഇരട്ടി ഭാരം ഉണ്ടാക്കുന്നു എന്നായിരുന്നു സർക്കാരിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. തുടർന്നാണ് ഹൈക്കോടതി വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചത്. 78 വയസ്സായ വൃദ്ധയാണ് പെൻഷൻ മുടങ്ങിയ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ പ്രശ്നങ്ങൾ താൻ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ ഈ വൃദ്ധയുടെ പ്രശ്നങ്ങൾ, മുതിർന്ന പൗരയായിട്ടുള്ള ഹർജിക്കാരിയുടെ പ്രശ്നങ്ങൾ ആരാണ് പരിഹരിക്കേണ്ടതെന്നുള്ള ചോദ്യമാണ് സർക്കാരിന് നേരെ ഹൈക്കോടതി ഉന്നയിച്ചത്. മറ്റു കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാൻ സർക്കാരിനുണ്ട്, പക്ഷേ മറിയക്കുട്ടിയെ പോലെയുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യവും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. മാത്രമല്ല, മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരൂ എന്നുള്ള നിലപാടും കോടതി സ്വീകരിച്ചു. എന്തായാലും വെറും ന്യായങ്ങൾ നിർത്തിക്കൊണ്ട് ഇക്കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല എന്നാണ് സർക്കാരിനോട് ഹൈക്കോടതി ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. പെൻഷൻ തുക, അതായത് നിലവിൽ ജൂലൈ മാസം മുതൽ ഉള്ള 5 മാസത്തെ പെൻഷനാണ് നിലവിൽ ഈ മറിയക്കുട്ടിക്ക് മുടങ്ങിയിരിക്കുന്നത്. ഈ 5 മാസത്തെ പെൻഷൻ തുക ഏകദേശം 10,600 രൂപ വരും. ഇത് എപ്പോൾ നൽകാനാകുമെന്ന കാര്യത്തിൽ ഒരു മറുപടി നൽകാനായിട്ട് സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനോടും ഹർജിയിൽ ഹൈക്കോടതി വിശദീകരണം തേടി. മുൻഗണന നൽകുന്നതിലുള്ള പ്രശ്നമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഹർജിക്കാരിയെ പോലെയുള്ളവരാണ് ഹൈക്കോടതിക്ക് പ്രധാന വ്യക്തികൾ. മുൻഗണന, അതായത് മറ്റു കാര്യങ്ങൾക്ക് സർക്കാർ മുൻഗണന നൽകുന്നുണ്ട്, എന്തുകൊണ്ട് ഹർജിക്കാരിയെ പോലുള്ള പെൻഷൻ മുടങ്ങിയവരുടെ കാര്യത്തിൽ മുൻഗണന നൽകുന്നില്ല എന്നുള്ള ചോദ്യവും ഹൈക്കോടതി വിമർശന സ്വരത്തിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് വരുമാന മാർഗങ്ങൾ ഇല്ല എന്നാണ് മറിയക്കുട്ടിയുടെ അഭിഭാഷക ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. മാത്രമല്ല, ഈ മരുന്നിനും ഒപ്പം തന്നെ ആഹാരത്തിനും ഒക്കെ ഈ 1,600 രൂപ, മാസം ലഭിക്കുന്ന 1,600 രൂപയാണ് താൻ ചെലവഴിക്കുന്നത്. ഈ പെൻഷൻ മുടങ്ങിയത് കാരണം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് താൻ നേരിടുന്നതായിട്ടും ഹർജിക്കാരി ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. അങ്ങനെയെങ്കിൽ ആഹാരത്തിനും മരുന്നിനുമുള്ള ചെലവെങ്കിലും സർക്കാർ കൊടുക്കണമെന്നുള്ള നിലപാട് കോടതി സ്വീകരിച്ചു. എന്തായാലും നിലവിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. എപ്പോഴാണ് ഈ കുടിശ്ശിക തുക നൽകാൻ സാധിക്കുക എന്ന കാര്യത്തിൽ സർക്കാർ ഒരു മറുപടി നൽകണം. ഒപ്പം തന്നെ ഹർജിയിൽ കേന്ദ്ര സർക്കാർ മറുപടി നൽകാനായിട്ടാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സുരേഷ്, കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.